25 ലക്ഷം. ഈശ്വര, 25 ലക്ഷം രൂപയോ? കുറച്ചു മുമ്പ് കണ്ണും വീഴ്ചയെന്ന് ഞാനും പറഞ്ഞു ഇത് തന്നെ. അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ ഇത്രയും പണം അവൾക്ക് ദാനമായിട്ട് കൊടുക്കാൻ? ഹൃദയത്തിൽ ഗർഭം ധരിച്ചാണ് പോലും അമ്മ ജ്യോതിയെ പ്രസവിച്ചത്. അപ്പൊ പിന്നെ നമ്മൾ ആരാ? ടെസ്റ്റ് വിശേഷിക്കളോ? അതെ, ഒരു പന്തിയിൽ 2 തരം വിളമ്പ് സമ്മതിക്കാൻ പറ്റില്ല. അമ്മ പണം കൊടുത്തതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നമുക്ക് പോയി അമ്മയോട് തിരിച്ചു വാങ്ങിക്കാൻ പറഞ്ഞാലോ? അല്ല, നിനക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹമില്ലേ? എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല താരേച്ചി. ഞാനും പോയി കുറച്ച് കാശ് വെച്ചാലോ? എന്തിന്? അല്ല, കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കണ്ടേ, അതല്ലേ ന്യായം? ന്യായം പറയാൻ നീ അങ്ങോട്ട് ചെല്ല്, വയറ് നിറച്ച് കിട്ടും. നമുക്കിത് DKയോട് പറഞ്ഞു വലിയ പ്രശ്നമാക്കി മാറ്റിയാലോ? അതിന് DK ഇവിടെ ഇല്ലല്ലോ. നമുക്ക് ഫോണിൽ വിളിച്ച് പറയാം. എന്താ? എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. എന്ത് കാര്യം? നിനക്ക് തീരെ കുശുമ്പില്ല. അതല്ല താരേച്ചി, ആ 25 ലക്ഷം രൂപ അമ്മ അവൾക്ക് കൊടുത്തത് അവരുടെ വീട്ടിലെ എന്തോ പ്രോബ്ലം സോൾവ് ചെയ്യാനാ. അപ്പൊ അവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഉറപ്പായേ? അതെ, അതിന് ആ പ്രോബ്ലം ഇവിടുത്തെ പണം കൊണ്ട് തീരണോ? പിന്നെ അവിടെ എപ്പോഴും ഒരു പ്രോബ്ലം ഉള്ളതല്ലേ നമുക്ക് നല്ലത്. അതിന് എന്ത് ചെയ്യണമെന്നാ നീ പറഞ്ഞു വരുന്നേ? ആ പണം അവൾക്കെടുക്കാൻ പറ്റരുത്. അതിനിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ആ ചെക്ക നീ അങ്ങ് മോഷ്ടിക്കണം. എന്നിട്ട് പിന്നെ വരുന്നതൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചോണം. ഒന്നിനും എന്നെ വിളിക്കരുത്. എന്തൊരു കൊശുപാടി ഇത്. ഈ ഒരു അപകടം തീരെ പ്രതീക്ഷിച്ചില്ല. പത്മാവതി അമ്മയ്ക്ക് മരുമകളോട് ഇത്രയും സ്നേഹമുണ്ടോ? ആ വീട്ടിൽ ആകെ ജ്യോതിയുടെ അടുപ്പമുള്ളത് അമ്മയ്ക്ക് മാത്രമാ. DKക്ക് അവളെ അബദ്ധത്തിൽ കെട്ടേണ്ടി വന്നെങ്കിലും ആ അമ്മ ആഗ്രഹിച്ച മരുമകൾ തന്നെയാ ജ്യോതി. അതുകൊണ്ട് തന്നെ അവൾക്കൊരു സങ്കടം വന്നാ അവരതിന് പരിഹാരം കാണും. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മുടെ പണം ഇനിയിപ്പോ അവർക്ക് ആവശ്യമുണ്ടാവില്ലല്ലോ. അത് പാടില്ല അവിനാഷ്. ആ പണം അവരുടെ കയ്യിലെത്താൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് തന്നെ അവരെ ആ കടം വീട്ടണം. അതിനു പകരമായി അവരുടെ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ വരികയും വേണം. അതിനുവേണ്ട വഴി എന്താണെന്ന് ആലോചിക്കും. അതിനൊരു വഴിയേ ഉള്ളൂ. ജ്യോതിയുടെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെടുത്തണം. എങ്ങനെ? എങ്ങനെയായാലും വേണ്ടില്ല. ആ പണം ജ്യോതിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലേ നമ്മുടെ പ്ലാൻ നടക്കൂ. എന്ത് വില കൊടുത്തും അത് സാധിച്ചെടുക്കണം. അതിന് പറ്റിയൊരാളുണ്ട്. ആ പണം നമ്മുടെ കയ്യിലെത്തിക്കാൻ പറ്റിയൊരാൾ. സിറ്റിയിലെ ഏറ്റവും നല്ല പിടിച്ചുപറിക്കാരൻ. ആ പണം കൊണ്ട് തന്നെ DKയെ തകർക്കണം. അതിനുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ട്. ഉഗ്രൻ ഐഡിയ. ആ പണം തന്നെ ആശാലതയ്ക്ക് കടവായി കൊടുക്കണം. അതല്ലേ അവിനാശ് ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെ എന്റെ മനസ്സിൽ. ജ്യോതിയുടെ കയ്യിൽ നിന്നും നമ്മൾ ഏർപ്പെടുത്തുന്ന ആൾ തട്ടിയെടുക്കുന്ന പണം നമ്മൾ ആശാലതയ്ക്ക് കടമായി നൽകി പകരം അവരുടെ പ്രോപ്പർട്ടി എഴുതി വാങ്ങുന്നു. പിന്നെയാണ് ഗെയിം. ദ റിയൽ ബാഡ് ഗെയിം.
അവിനാശ് നല്ല പയ്യനാ. അവനെ പോലൊരു പയ്യനെ മരുമോനായിട്ട് കിട്ടാൻ പുണ്യം ചെയ്യണം. ഇപ്പൊ തന്നെ ഇങ്ങനൊരവസ്ഥയിൽ നമ്മളെ സഹായിക്കാനുള്ള മനസ്സവൻ കാണിച്ചില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? മനുഷ്യ, നിങ്ങൾ എന്താ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കുന്നേ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? പണത്തിന്റെ കാര്യമല്ലേ? അവിനാശ് പണം തരുമല്ലോ അല്ലേ? ഓ, ഇങ്ങനൊരു ഒരു മറവി. നേരത്തെ ഓർമ്മ മാത്രമേ ഇല്ലാവുള്ളൂ, ഇപ്പൊ കേൾവിയും പോയോ? അരി എത്രയെന്ന് ചോദിച്ച പയറഞ്ഞാഴി. മനുഷ്യ, ഞാൻ പറഞ്ഞത് അവിനാശിന്റെ കാര്യോ? ഓ, അത് ഞാൻ കേട്ടില്ല. ജ്യോതിമോള മോളെ. അച്ഛാ, എന്താ മോളെ? മോള് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ അച്ഛാ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോവാ. അമ്മ എനിക്ക് പണം തന്നു. സത്യമാണോ മോളെ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ധൈര്യമായിട്ട് വിശ്വസിച്ചോ. 25 ലക്ഷം രൂപയുടെ ചെക്കാ അമ്മ എന്റെ കയ്യിലേക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും തീർക്കാൻ പറ്റും. ആശാലത, നീ അറിഞ്ഞോ? നമുക്കിനി ആരുടെയും പണം വേണ്ട. അതെന്താ? വിവരം അറിഞ്ഞപ്പോ 25 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി പത്മാവതി അമ്മ ജ്യോതിമോളുടെ കൈ കൊടുത്തെന്ന്. നാളെ നേരം വെളുക്കുമ്പോ 25 ലക്ഷം രൂപയുടെ ചെക്ക് മാറി പണവുമായി അവളിങ്ങ് എത്തും. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ അല്ലാതെ. വേണമെങ്കിൽ നീ ഒന്ന് സംസാരിച്ചു നോക്ക്. വേണ്ട, നിങ്ങളും കേട്ടാ മതി. ആ മോളെ, ഞാൻ മമ്മിയോട് കാര്യം പറയായിരുന്നു. അതാ പിന്നെ പത്മാവതി അമ്മയോട് എന്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേക്കണേ കേട്ടാ. ശരി അച്ഛാ, അച്ഛൻ ഇപ്പൊ സമാധാനായിട്ട് കിടന്നുറങ്ങും. നാളെ രാവിലെ ഞാൻ പണമായിട്ട് എത്താം. ഗുഡ് നൈറ്റ്. ശരി മോളെ. ആശാലതെ, നീ കുറച്ച് കറിങ്ങോട്ട് ഒഴിച്ചേ. ഇന്ന് എന്താന്നറിയത്തില്ല, നല്ല വിശപ്പ്. കറിക്കൊക്കെ നല്ല രുചിയുണ്ട്. പിന്നെ ആ അവിനാഷ് അത്ര നല്ല പയ്യനാണോന്ന് നീ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പൊ കള്ളക്കിളവന് കേക്കാൻ വയ്യായിക്കൊന്നുമില്ല. എവിടെ പോയി? ഇതെവിടെ പോയി? ഞാനിവിടെ വച്ചതാണല്ലോ. Betty, are you ready? What happened to മോളെ? നീ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുന്നത്?
അമ്മ തന്ന ആ ചെക്ക് കാണുന്നില്ല. വാട്ട്? ഞാനത് ഈ ബാഗിൽ തന്നെയാ വെച്ചത്. ബാഗിന്റെ അടുത്തേ ഞാനൊന്ന് നോക്കട്ടെ. ദാ നോക്ക്. ഞാൻ നോക്കട്ടെ. അയ്യോ ഇല്ലല്ലോ. പിന്നെ ഇതെവിടെ പോയി? അലമാരിക്കകത്ത് ഞാൻ നോക്കി, അവിടെ എങ്ങും കാണുന്നില്ല. അല്ല, ഇനി നീ അവിടെ എങ്ങാനും വെച്ചോ? ഇത് പിടിച്ചേ നോക്കട്ടെ. മോള് വന്നേ. ഇതിനകത്ത് കൊണ്ടുണ്ടോ? ഇതിനകത്തില്ല. കാണുന്നില്ലല്ലോ മോളെ. ബേട്ടി, ഈവനിങ്ങിലേ ഈ റൂമിൽ ആരാ വന്നത്? ആരും വന്നില്ലമ്മേ. ഒന്ന് ഓർത്ത് നോക്കിയേ. അമ്മ രാത്രി താര മുറിയിലേക്ക് വന്നായിരുന്നു. താരയോ? എന്തിന്? നീ കോൾ അടിച്ചല്ലോടി. കണ്ണീരും കൈയും കാണിച്ച് 25 ലക്ഷം അടിച്ചെടുത്തു. മിടിക്കാ നീ. അമ്മയല്ലേ എനിക്ക് പണം തന്നത്, അതിന് നിനക്കെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ DK വരുമ്പോ നിന്നെ നിലത്ത് നിർത്തില്ല. അമ്മയെ പറ്റിച്ച് 25 ലക്ഷം അടിച്ചു മാറ്റിയതിന് നിനക്ക് പണി കിട്ടും മോളെ. 1-2 രൂപ പോലല്ല 25 ലക്ഷം. എന്നിട്ട് എപ്പോഴാ താര പോയത്? എന്നെ എന്തൊക്കെയോ കൊറേ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഒടുവില് ദേഷ്യപ്പെട്ട പോയത്. വേറെ ആരും വന്നില്ലേ? വേറെ എന്താ ചിത്ര? ഏയ് ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നീ ബാത്റൂമിലായതുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു. ഓ അല്ല, ഈ വീട്ടിൽ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? എന്ത് പ്രത്യേകത? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നീ 25 ലക്ഷം രൂപ ചോദിച്ചപ്പോ പുളിങ്കര് പോലെ അമ്മ എടുത്ത് തന്നത്. അതോ, അത് ഞാൻ ഈ വീട്ടിലെ മരുമകളായതുകൊണ്ടല്ലേ. ഈ വീട്ടിലെ സകല സമ്പത്തിനും ഞാൻ കൂടി അവകാശമാണെന്ന് അമ്മ പറഞ്ഞത്. ആ കിളവി അങ്ങനെ പറഞ്ഞോ? അവളെന്നെ കിളവിന്ന് വിളിച്ചോ? വിളിച്ചമ്മ. ആഹാ, അത് ശരി. ഈ വീട്ടിൽ മോഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരാളേ ഉള്ളൂ, അത് ചിത്രയാ. കമോൺ ബേട്ടി, ചെക്ക് ഞാനിപ്പോ കണ്ടുപിടിച്ചേരാം. കമോൺ ബാ ബേട്ടി, കമോൺ. അമ്മ ചിത്രേ, എന്താ അമ്മേ? ഇവിടെ മുറിയുന്ന നീ അടിച്ചു മാറ്റിയ ചെക്ക എവിടെ? അയ്യോ, ഞാനൊന്നും എടുത്തില്ല. ദേ, കള്ളം പറയരുത്. എങ്കിൽ പിന്നെ നീ എന്തിനാ ഇന്നലെ രാത്രി ഇവിടെ മുറിയിൽ പോയത്? അയ്യോ അമ്മേ, അത് ഞാൻ ചുമ്മാ പോയതാ. വാട്ട് ചുമ്മാതെ? മര്യാദയ്ക്ക് ആ ചെക്ക് തിരിച്ചു കൊടുക്ക്. ഇല്ലമ്മേ, ഞാൻ എടുത്തിട്ടില്ല, സത്യം. ലുക്ക് ബേട്ടി, ഈ മുറിയെല്ലാം പരിശോധിക്ക. ചെക്ക് ഇവിടെ തന്നെ കാണും. ദേ, ആ തലേനയുടെ അടിയിലും ആ ബെഡ്ഷീറ്റിലും ഒക്കെ ചെന്ന് നോക്ക്. നോക്ക്. മോളെ അതിന്റെ അടിയിലൊക്കെ നോക്ക്. അമ്മ കിട്ടിയില്ല അമ്മ. വാ, നമുക്ക് അവിടെയും കൂടെ നോക്കാം. വാ.
മോളെ അവിടെ നോക്ക് ഇവിടെ നോക്ക് കേട്ടോ. ശരി. അവിടെ ഉണ്ടോ? അപ്പുറത്തെ ട്രോയിലോടെ നോക്ക്. Wow. അല്ല ഇത് എന്റെ അല്ലേ? ഇതെങ്ങനെ നിന്റെ അലമാരി വന്നു? അടിച്ചു മാറ്റി തല്ലടി കള്ളി. പറയടി, ആ ചെക്ക എവിടെ? അമ്മയാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. എന്നെ കൊണ്ട് കള്ളസത്യം ഇട്ടാലുണ്ടല്ലോ. അയ്യോ സത്യമാണമ്മ. ചിലപ്പോ താരേച്ചി എടുത്തതാണെങ്കിലോ? കമോൺ ബേട്ടി, പോ മോളെ. ഞാൻ രക്ഷപ്പെട്ടു. ബേട്ടി ലുക്ക്, എല്ലായിടത്തും ലുക്ക്. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഇതെന്താ എന്റെ മുറിയിൽ നോക്കുന്നത്? ചെക്ക് 25 ലക്ഷത്തിന്റെ ചെക്ക് നീ മോഷ്ടിച്ചോ? പറയടി. അയ്യോ ചെക്കോ? അമ്മ ഞാൻ എടുത്തില്ല. ഞാൻ മോഷ്ടിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആ സ്വഭാവം ഇവിടെ ഒരാൾക്കേ ഉള്ളൂ. ഇവൾക്ക് അമ്മേ ചെക്ക് മോഷണം പോയെങ്കിലേ ഇവിടെ തന്നെയായിരിക്കും പ്രതി. അമ്മേ ചെക്ക് അവളുടെ മുറി തന്നെ കാണും. അമ്മേ ആ അമ്മ കിട്ടി. താരേ ടെൽ മീ, നീ എന്തിനാ ഇവിടെ മുറി കയറി ചെക്ക് മോഷ്ടിച്ചത്? അയ്യോ അമ്മേ ഞാൻ എടുത്തിട്ടില്ല. ഇതെങ്ങനെ ഇവിടെ വന്നു എനിക്ക് അറിയില്ല. ആരെങ്കിലും എടുത്തോണ്ട് വരാതെ ചെക്ക് തനിയെ നടന്നു വരില്ലല്ലോ. ടെൽ മീ ബേട്ടി, ട്രൂത്ത് ടെൽ മീ, നീ എന്തിനാ മോഷ്ടിച്ചത്? അയ്യോ അമ്മേ സോറി 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 സോറി. നീ എന്തിനാ മോഷ്ടിച്ചതെന്ന്? ഇനി മോഷ്ടിക്കില്ല. അമ്മേ ഞാൻ മാത്രമല്ല, അവളും കൂടി ചേർന്ന് മോഷ്ടിച്ചേ. ആഹാ അത് ശരി. ഇവിടെ കമ്പോൺ, ഇവിടെ വരാനല്ലേ പറഞ്ഞത്? ഇവിടെ വാ, ഇവിടെ പോളെ, ഇത് പിടിച്ചേ. ആഹാ നീ എന്നെ കിളവിന്ന് വിളിക്കുവല്ലേ കള്ളി? ഇങ്ങോട്ട് പോയി. നീയൊക്കെ രണ്ടും കൂടി കുശുമ്പെടുത്ത് മോഷിക്കും അല്ലടി കള്ളികളെ. ജ്യോതിയോട് സോറി പറയടി. സോറി 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 സോറി. ഈ അഹങ്കാരം കാണിച്ചതിന് രണ്ടിനെ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. അതൊന്നും വേണ്ടമ്മ, എന്തായാലും ചെക്ക് കിട്ടിയല്ലോ. ഇവരത് തമാശക്ക് ചെയ്തായിരിക്കും. ശത്രുത കൊണ്ടാണെങ്കിലും കുശുമ്പ് കൊണ്ടാണെങ്കിലും ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് കേട്ടോ. ഈ പണം എന്റെ വീട് തിരിച്ചു പിടിക്കാനാ. ചിത്ര, ആര് പറഞ്ഞിട്ടാ നീ ഇതെടുത്ത് മാറ്റിയത്? അതല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് തന്നെ തോന്നിയത്. നീയും നിന്റെ ആങ്ങളെയും രണ്ടു വിധത്തിൽ എന്നെ ദ്രോഹിക്കുന്നത്. തൽക്കാലം നിന്റെ ഏട്ടന്റെ പേര് എനിക്ക് ഈ അമ്മയോടും നിന്നോടും പറയാൻ പറ്റില്ല. പക്ഷെ അത് പറയുന്ന ഒരു ദിവസം വരും. ആ ബേട്ടി, ഇനി തന്നാലേ ലേറ്റ് ആവും. ബാങ്കിൽ പോയി ക്യാഷ് എടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് വാ. നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ കമോൺ ബേട്ടി, ബാ.